അടയാളങ്ങൾ കാണുന്നുണ്ടേ, ഒരുങ്ങിയിട്ടുണ്ടോ നീ? മധ്യവാനിലേശു വെളിപ്പെടുമേ. കാഹളനാദം നീ കേൾക്കും മുൻപേ പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണമേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുവാൻ പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണമേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുവാൻ ലക്ഷങ്ങളിൽ സുന്ദരന എൻ പ്രിയൻ വാഗ്ദത്തം ഓർക്കുമ്പോൾ എൻ വാഞ്ചയേറിടുന്നേ. യാത്രമധ്യേ ഉറങ്ങുന്ന സിയോൻ സംഘമേ, യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കുക. കാത്തിരിക്കുന്നവർക്കായി പ്രിയൻ വരുമിൻ. യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കുക. കാത്തിരിക്കുന്നവർക്കായി പ്രിയൻ വരുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ 2024 11 മാസക്കാലം അത്ഭുതവും അതിശയമായി ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 12-ാമത്തെ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസവും ഞങ്ങളെ വിട്ട് കടന്നുപോയി. 2-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചല്ലോ. നന്ദി പിതാവേ, നന്ദി. അങ്ങയൊന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കൃപയാൽ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ സന്നിധിയിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്ന കർത്താവെ, ഉള്ളതുപോലെ അറിയുന്ന കർത്താവെ, ഓരോ മക്കളെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണമേ. കർത്താവെ, അങ്ങ് അത്ഭുതവാനാ, വീരനാ ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവമാ, ഓരോ മക്കളെയും അനുഗ്രഹിക്കേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെയും തിരുക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുകയാണ്. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതമായി വേണ്ടുന്നെല്ലാം തന്ന പോഷിപ്പിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. നന്ദി പിതാവേ, നന്ദി, നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല. കർത്താവേ, സ്തോത്രം, നന്ദി അപ്പാ, നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടണം, സമാധാനമായും സന്തോഷമായും ദൈവകൃപയുമായി ഇരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും എല്ലാം കൂടെ ഇരിക്കണം. ശത്രു ആരെയും കാണല്, ദുഷ്ടപിശാച് തുടരുത്, അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ല. പ്രത്യേകിച്ച് നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അപ്പച്ചാ, ശത്രു ആരെയും കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കണം. ദൈവമായ കർത്താവ്, ഈ സമയം ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഡിസംബർ മാസം അപ്പാ നീ പ്രവർത്തിക്കണമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളുടെയും അവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കണമേ, മനസ്സലിയണമേ, കരുണ തോന്നണമേ. അപ്പാ, നിൻ്റെ വാഗ്ദത്തം നിറവേറ്റണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ, സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, ഇതിൻ്റെ സമാധാനത്താൽ ഓരോ മക്കളെ നിറയ്ക്കണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണേ, അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന കാത്തുകൊള്ളണേ, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. അപ്പാ, ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെല്ലാം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ബാലപിഴയിൽ നിന്നെല്ലാം വെടിവെച്ച് കൊള്ളണേ കർത്താവ്. ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ സഹായിച്ചാട്ട് കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെല്ലാം സ്തോത്രത്തോടെ അറിയിക്കട്ടെ. അപ്പച്ചാ, സ്തോത്രം. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അപ്പച്ചനവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കും. ഭവനമില്ലാത്ത മക്കൾക്ക് എൻ്റെ അപ്പച്ചൻ നല്ല ഭവനം നൽകും. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കും. സകലത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണമേ.
കർത്താവെ, വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ആപത്തപകടങ്ങളിൽ നിന്ന് രോഗദുഃഖാതി പോർച്ചാതി മരണത്തിനെ ഏൽപ്പിക്കാതെ എല്ലാവരെയും സൂക്ഷിക്കണമേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം വേണ്ടുന്നത് ജീവനും ഭക്തിക്കും കരുതിയൊരുക്കി മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം കൊടുക്കണമേ അപ്പാ. അവർ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ, അവരുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കാതെ, അവരുടെ കുടുംബങ്ങൾ കരയുവാൻ അനുവദിക്കാതെ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഹാലലി അതിനൊക്കെയും അറുതി വരുത്തിയ മതിയാകുന്നു പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലലുയ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന പശ്ചാ, ഞങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം വേണം, സമാധാനം വേണം, സന്തോഷം വേണം, സൗഖ്യം വേണം, സമൃദ്ധി വേണം. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. ICUയിലും CCUയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്, ഡെലിവറി റൂമിലായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. അപ്പാ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ കർത്താവെ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരെ, വയറ്റിൽ മുഴയാൽ ഭാരമുള്ളവർ, തലയ്ക്കകത്ത് വേദനയും മുഴയുമുള്ളവർ, ദൈവമായ കർത്താവെ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, അലർജി ഉള്ളവർ, ആസ്മ ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ കർത്താവെ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ കർത്താവെ, സ്തോത്രം സ്തോത്രം. ശരീരമാസകലം പുകച്ചിലിനാൽ ഭാരമുള്ളവർ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ എല്ലാം ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. നാഥ, അങ്ങ് തൊട്ടരും അങ്ങേ തൊട്ടരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല, സൗഖ്യം കാത്ത് കിടക്കുന്ന ഓരോ മക്കളുടെ മേലും ആ സൗഖ്യത്തിൻ്റെ കരമൊന്ന് നീട്ടണമേ. ഒരു വാക്ക് കൽപ്പിക്കണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നില്ലേ, അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനത്താൽ ഓരോ മക്കൾക്കോടൊന്ന് സൗഖ്യം നൽകിയ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓർമ്മയില്ലാത്തവർ, കാഴ്ചയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ കർത്താവെ, കേൾവിയില്ലാത്തവർ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, അതിവേദനകളാൽ കർത്താവെ ഭാരപ്പെടുന്നവർ, ശരീരമാസുകൾ നീർക്കെട്ടുള്ളവർ കർത്താവെ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ കർത്താവെ, അപ്പാ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു നാഥ, പ്രാർത്ഥിച്ചേൽപ്പിക്കുക. സ്വർഗം സഹായിക്കണേ, വിടുവിക്കണമേ കർത്താവ്. മാനസികമായി ഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവരെയും ഏൽപ്പിക്കുന്നു നാഥ, സഹായിക്കണം. ഗുളികകളൊക്കെ കഴിച്ച് അനേക കുഞ്ഞുങ്ങളായിരിക്കുന്നു. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കൾക്കും ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും കൊടുത്ത് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ള നിന്ന് പാടുവാൻ്റക്കണം. ഓരോ മക്കളെയും സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവ്. ഈ സമയം വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന അപ്പം അതിൻ്റെ സമാധാനം ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം അപ്പൻ്റെ മക്കളാണ്. ഓരോ മക്കൾക്ക് കൊടുത്ത് സമാധാനം നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. OITയും IELTSഉം പഠിക്കുന്ന മക്കളുണ്ട്, ജർമ്മൻ പഠിക്കുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണേ അപ്പാ. ജയത്തോടെ അവരെ നടത്തണേ, ബുദ്ധിയാലോചനയും കൊടുക്കണേ. ശത്രു അവരെ കാണല്ലേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടുന്നതായ എല്ലാ മാർക്കും സ്വർഗത്തിലെ അപ്പച്ചനെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ. ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രം കരയറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണരുതെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എല്ലാ ഉപജനമാർഗത്തിൻ്റെ വഴികളും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിച്ച് കൊടുക്കണം. ഹാലേലുയ കർത്താവ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടനഷ്ടം കൂടാതെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ. അനേകർക്കത് ഉപജീവനമാർഗമായി തീരുവാൻ തക്കണം നീ വളർത്തണമേ കർത്താവ്. ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കാൻ ഈ നാളുകളിൽ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും പോക്കലും വരവിലും വാഹനയാത്രലും വഴിയാത്രലും കൂടെ ഇരിക്കണം. ആപത്തനത്തങ്ങൾ എല്ലാവരെയും വിട്ടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ ശരീരാത്മതകളും ബലപ്പെടട്ടെ. ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹാലേലുയ കർത്താവ്. ശത്രു ഞങ്ങളെ കാണാതോണം കാൽവർക്കുറിച്ച് രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ടാട്ടെ. ഹാലലുയ കർത്താവ്. നന്ദി കർത്താവ്. ഞങ്ങളുടെ ഭവനങ്ങളെ, പരിസരങ്ങളെ എല്ലാം കർത്താവിൻ്റെ രക്തത്താൽ മുദ്ര വയ്ക്കുകയാണ്. ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്നെ നിങ്ങളെ മാനിക്കുമാറാകണം. കൃപയാൽ പൊന്നുകരം ചാർത്ത് പിടിച്ചാട്ടെ. ജയത്തോടെ നടത്തിക്കാട്ടെ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.